കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ കെ.സി. വേണുഗോപാലിനെ പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനായി വീണ്ടും നിയമിച്ചു. 2026-27 വർഷത്തേക്കുള്ള കമ്മിറ്റിയാണ് ഇപ്പോൾ പുനഃസംഘടിപ്പിച്ചിട്ടുള്ളത്. 2024 മുതൽ കെ.സി. വേണുഗോപാൽ തന്നെയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, ഈ സാഹചര്യത്തിൽ അതായത് കെ.സിയുടെ പുനർനിയമനം എന്നത് ചർച്ച ചെയ്യപ്പെടുന്നത് തീർച്ചയായും കേരളത്തിലേക്ക് കെ.സി. വേണുഗോപാൽ വരുമോ എന്നത് സംബന്ധിച്ച ചർച്ചകൾ സജീവമാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി UDF അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനുമാണല്ലോ ഉള്ളത്. അപ്പോൾ കെ.സി. വേണുഗോപാലിന് പാർലമെന്റിലെ മറ്റൊരു ചുമതല നൽകുമ്പോൾ കെ.സി. കേരളത്തിലേക്കില്ല എന്നാണോ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ടത്? തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് നിർണായകമായ ഒരു നീക്കം ഡൽഹിയിലുണ്ടാകുന്നത്. UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ആര് എന്ന ചോദ്യത്തിൽ 3 പേരുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ച ഏറെ നാളുകളായി സംസ്ഥാനത്ത് സജീവമാണ്. അതിനിടയിലാണ് ആ പട്ടികയിൽ ഏറ്റവും മുൻപന്തിയിലുള്ള AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കൂടിയായ കെ.സി. വേണുഗോപാലിനെ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ 2026-27 വർഷത്തെ ചെയർമാനായി നിയമിച്ചുകൊണ്ടുള്ള നിർണായകമായ തീരുമാനം പാർലമെന്റ് സ്പീക്കർ കൂടിയായ ഓം ബിർളയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ രാത്രിയോടെ ഉണ്ടായിരിക്കുന്നത്. ആ സ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുമോ അതോ അഭ്യൂഹങ്ങൾ നിറയുന്നത് പോലെ അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം. ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് കെ.സി. വേണുഗോപാൽ ഒരു പക്ഷേ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഡൽഹിയിൽ തന്നെ ഈ പദവി ഏറ്റെടുത്തുകൊണ്ട് ചുമതലയിൽ തുടരാനുള്ള സാധ്യതയ്ക്കാണ് മുൻതൂക്കം എന്നാണ് അറിയാൻ കഴിയുന്നത്. അതല്ലാതെ അസാധാരണമായ ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ അദ്ദേഹം ഈ സാഹചര്യത്തിൽ ഇനി കേരളത്തിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ള സൂചനകൾ കോൺഗ്രസ് ക്യാമ്പിൽ പടരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഏറ്റവും നിർണായകമായ കാര്യം ആരെയാകും കെ.സി. വേണുഗോപാൽ. അദ്ദേഹം നേരിട്ടെത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്തുണയുള്ളയാൾക്ക് മാത്രമേ UDF അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ കഴിയൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെയെങ്കിൽ തീർച്ചയായും അതായത് ഡാനി സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതായത് കെ.സി. വേണുഗോപാൽ കേരളത്തിലേക്ക് വരുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ പാർട്ടിക്കും നിർണായകമാണ് കെ.സിയുടെ ഡൽഹിയിലെ സ്ഥാനം എന്നത്. പാർട്ടിയുടെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നു. അവിടെ ഇതാ ഈ VD സതീശനെ പിന്തുണച്ചുകൊണ്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ ദിവസം വരികയും ചെയ്തിരുന്നു. അതിനുശേഷം പൊതുവിൽ കോൺഗ്രസിനകത്ത് ചില അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അടക്കമുണ്ട്. നമുക്ക് ആ തങ്ങളുടെ പ്രതികരണം കൂടി കേൾക്കാം. അതിനുശേഷം ഞാൻ ഡാനിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. എക്സിറ്റ് പോളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതെ, ആളുകൾ ആ രീതിയിൽ വിധേയതൊന്നും ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ അങ്ങനെയുള്ള അവകാശവാദം ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചർച്ച തന്നെ ചെയ്തിട്ടില്ല. നല്ലൊരു മന്ത്രിസഭ രൂപീകരിക്കണം, ആ UDFന് നല്ലൊരു ഭരണം കാഴ്ചവെക്കണം, അത്രേ ഉള്ളൂ. പ്രവർത്തകന്മാർക്ക് അതിനൊക്കെ ആഗ്രഹിക്കാമല്ലോ, അതിനിപ്പോൾ അവർ തടയിടാൻ പറ്റില്ലല്ലോ. അർഹതപ്പെട്ടത് ലീഗിന് കിട്ടും, അത്രേ ഉള്ളൂ. ഞങ്ങൾ അവകാശവാദം ഒന്നും ഉന്നയിക്കുന്നില്ല. ഞങ്ങൾ വേറെ ആരുടെയെങ്കിലും അജണ്ട അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റേതായിട്ടുള്ളൊരു അജണ്ടയുണ്ട്. കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് കാലമായി ആ അജണ്ടയാണ് മതേതരത്വത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ, സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ അജണ്ടകളാണ് മുസ്ലിം ലീഗിനുള്ളത്. അതനുസരിച്ചാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത്. ഇതായിരുന്നു. ഇതിനുശേഷം പിന്നീട് മറ്റ് നേതാക്കളുടെ പലരുടേതായ പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ ഒരു ചർച്ച കഴിഞ്ഞ് പിന്നീട് ഹൈക്കമാൻഡ് ഇടപെടുകയും KPCC അധ്യക്ഷൻ അറിയിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഈ അനുഭാവികളുടെ ഒരു PR അവർക്കൊക്കെ അവസാനിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടെ സ്വാഭാവികമായും ഡാനി സൂചിപ്പിക്കുന്ന പോലെ അതായത് കെ.സി. വേണുഗോപാൽ കേരളത്തിലേക്കില്ല എങ്കിൽ പിന്നെ കെ.സിയുടെ പിന്തുണയാർക്ക്? 2 പേരുകളാണല്ലോ പിന്നീടുള്ളത്. ഒന്ന് രമേശ് ചെന്നിത്തല, മറ്റൊന്ന് VD സതീശൻ. ഇവരിൽ ആരെയായിരിക്കും കെ.സി. വേണുഗോപാൽ പിന്തുണയ്ക്കുക? അത് നിർണായകമാണല്ലോ. കാരണം ഇപ്പോഴും ഹൈക്കമാൻഡ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈക്കമാൻഡുമായി ചേർന്ന് നിൽക്കുന്ന നേതാവ് എന്നത് കെ.സി. വേണുഗോപാൽ തന്നെയാണ്. അപ്പോൾ കെ.സിക്ക് കൃത്യമായ ഒരു വോയിസ് അവിടെയുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ കെ.സി. ഇല്ല എങ്കിൽ പിന്നെ കെ.സി. പിന്തുണയ്ക്കുന്നതാരെ? അതാണല്ലോ ചർച്ച ചെയ്യപ്പെടുക. അതിലേക്ക് എത്തുമ്പോൾ കുറച്ച് പുറകോട്ട് രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യേണ്ടി വരും. അതായത് 2021 സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2ാം തവണയും കോൺഗ്രസിന് UDFന് പ്രതിപക്ഷത്തേക്ക് ഒതുങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം. അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്ന് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള എല്ലാ മുതിർന്ന നേതാക്കളും ആവശ്യപ്പെട്ടിട്ടും ഡൽഹിയിൽ നിന്ന് മറിച്ചൊരു തീരുമാനം ഉണ്ടായത്. ആ തീരുമാനത്തിന് പിന്നിൽ കെ.സി. വേണുഗോപാലിനും
കൃത്യമായ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലും അന്നുണ്ടായി എന്നാണ് രമേശ് ചെന്നിത്തല വിഭാഗം പറയുന്നത്. പക്ഷേ അദ്ദേഹം പരസ്യമായ പ്രതികരണങ്ങളൊന്നും അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയിട്ടില്ലായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇങ്ങനെ മാറി മുഖ്യമന്ത്രി ചർച്ചകളിൽ 2 പേരുകൾ മാത്രം നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അതായത് നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അദ്ദേഹത്തിന് പരസ്യ പിന്തുണയുമായി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷികളൊക്കെ പരോക്ഷമായും പ്രത്യക്ഷമായും നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഒരു വശത്ത്. മറുവശത്ത് കെ.സി. വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായേക്കുമെന്ന അഭ്യൂഹങ്ങൾ ആദ്യമുണ്ടായിരുന്നെങ്കിലും PSCയുടെ അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹം തുടരുമെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അങ്ങനെയെങ്കിൽ അദ്ദേഹം എങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുമെന്നത് വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യമർഹിക്കുന്ന ചോദ്യമായി മാറുമ്പോൾ അങ്ങനെ മടങ്ങി വന്നില്ല എങ്കിൽ കെ.സി. വേണുഗോപാൽ ആരെയാകും ഇവരിൽ പിന്തുണയ്ക്കുക എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം. അതിന് നേരിട്ടൊരു ഉത്തരം ഇതുവരെ കെ.സി. വേണുഗോപാൽ നൽകിയിട്ടില്ല. പക്ഷേ വരികൾക്കിടയിലൂടെ ചില രാഷ്ട്രീയം നമുക്ക് വായിച്ചെടുക്കാം. ഇന്നലെ മലപ്പുറത്ത് വെച്ച് ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തലയെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടന്നിരുന്നു. ആ ചടങ്ങിലെ അഭിസംബോധന ചെയ്തുകൊണ്ട് കെ.സി. വേണുഗോപാലിന്റെ വിശ്വസ്തനായ A.P. അനിൽകുമാർ നടത്തിയ പ്രതികരണം അത് രമേശ് ചെന്നിത്തലയെ വലിയ തരത്തിൽ പ്രശംസിച്ചുകൊണ്ട് നടത്തിയ അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് ഒരു സൂചനയാണ് എന്നാണ് കെ.സി. വേണുഗോപാൽ വിഭാഗത്തിലെ ചില നേതാക്കളെങ്കിലും പറയുന്നത്. ചെന്നിത്തല അനുകൂലികളും അങ്ങനെ വിശ്വസിക്കുന്നു. പക്ഷേ വി ഡി പക്ഷം ഇപ്പോഴും പറയുന്നത് ലീഗിന്റെ പിന്തുണ തങ്ങൾക്കുണ്ട്, അതുകൊണ്ട് തന്നെ കാര്യമായ പരിക്കില്ലാതെ ലക്ഷ്യത്തിലേക്ക് എത്താം എന്ന പ്രതീക്ഷയിലാണ് അവർ. എന്തായാലും കെ.സി. വേണുഗോപാലിന്റെ പിന്തുണ ആരാണോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് അവർക്ക് അനിവാര്യമാണ്. അങ്ങനെയെങ്കിൽ 2021 ചെന്നിത്തലയോട് നീതി കാട്ടാൻ കഴിഞ്ഞില്ല എന്ന ഒരു വലിയ വികാരം ഒരു വിഭാഗത്തിനുണ്ട്. ആ കുറവ് ഇത്തവണ പരിഹരിക്കപ്പെടുമോ? ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കെ.സി. പക്ഷം ഒപ്പം നിൽക്കുമോ എന്നതാണ് ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം. എന്തായാലും കെ.സി. വേണുഗോപാൽ ഇതിലൊരു നിലപാടെടുക്കും. PSC അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹം തുടരാൻ തന്നെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ നമുക്കൊന്നുറപ്പിക്കാം, അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തൽക്കാലത്തേക്ക് ഇല്ല എന്ന്. ആദ്യം അതിലൊരു വ്യക്തത വന്നതിന് ശേഷമാകും ഈ ചർച്ചകൾക്ക് പ്രാധാന്യം ഏറുകയെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി 2 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. അതിനുശേഷം UDFന് മെജോറിറ്റി ലഭിക്കുകയാണ് എങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ആരെ എന്നത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെയാണ് കെ.സി. വേണുഗോപാൽ, ഇപ്പോൾ നിലവിൽ MP ആയിട്ടുള്ള കെ.സി. വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരികെ എത്തുമോ? ഒപ്പം കെ.സി. വേണുഗോപാൽ എത്തുന്നില്ല എങ്കിൽ പിന്നീട് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും മുഖ്യമന്ത്രിമാരുടെ പട്ടികയിലേക്ക് എത്തുമ്പോൾ അതിൽ ആരെയായിരിക്കും കെ.സി. വേണുഗോപാൽ പിന്തുണയ്ക്കുക എന്നതും നിർണായകമാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.